വന്യമൃഗശല്യത്തെ തുടർന്ന് പ്രതിഷേധവുമായി ചെങ്ങറ സമരഭൂമി നിവാസികൾ. പത്തനംതിട്ട ഞള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് സമരം. സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രവീൺ, പലപ്പോഴും ശാശ്വതമാകാത്ത ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് വന്യമൃഗശല്യം പലയിടത്തും. ഇതിപ്പോൾ ചെങ്ങറ നിവാസികളാണ്, ചെങ്ങറ സമരഭൂമി നിവാസികളാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എത്രത്തോളം ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് അവർ കടക്കുന്നത്? ശ്രുതി, 2007 മുതൽ അവിടെ ഈ ചെങ്ങറ സമരഭൂമിയിൽ സമരക്കാർ താമസിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും വർഷം പിന്നിട്ടിരിക്കുന്നു. അവർ അവിടെ വെച്ചു വളർത്തിയിട്ടുള്ള തെങ്ങ്, കമുക് ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങളെല്ലാം തന്നെ ഈ വന്യമൃഗശല്യം മൂലം നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. കാട്ടുപോത്ത്, ഒപ്പം തന്നെ കാട്ടാനകളുടെയൊക്കെ ശല്യം ഈ സമരഭൂമിയിൽ രൂക്ഷമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഞള്ളൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സാധുജന വിമോചന സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഒരു സമരം നടത്തിയത്. അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. വനപാലകർ അറിയിച്ചിരിക്കുന്നത് 1 മാസത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം, അതായത് സോളാർ വൈദ്യുത വേലികൾ ആ ഭാഗത്ത് സ്ഥാപിക്കാമെന്ന് വനപാലകർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമരക്കാർ പറയുന്നത് നിരവധി തവണ ഇത്തരം വാഗ്ദാനങ്ങൾ വനപാലകരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഈ വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരം കാണാൻ സർക്കാരിനോ ഈ വനപാലകർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. സ്ത്രീകളടക്കമുള്ളവരാണ് ഈ ഞള്ളൂർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ കാട്ടാനകൾ ആ പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. അവിടെ നിരവധി കുടുംബങ്ങളാണ് ഈ സമരഭൂമിയിൽ കഴിയുന്നത്. അവരുടെ ഏക ഉപജീവന മാർഗം എന്നുള്ളത് കൃഷി മാത്രമാണ്. അവിടെ കൃഷി ചെയ്താണ് അവർ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി വന്യമൃഗശല്യം കാരണം കൃഷി അവിടെ നടത്താൻ ഒരു രീതിയിലും സാധ്യമാകുന്നില്ല എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങൾ നിവൃത്തിയോടുകൊണ്ട് ഒരു പരിഹാരവും കാണാത്ത സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തിയെന്ന് പറയുന്നു. 1 മാസം സമയം ഏതായാലും വനപാലകർ പറഞ്ഞിട്ടുണ്ട്. സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിക്കുമെന്നാണ് വനപാലകർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വാക്ക് പാലിച്ചില്ലെങ്കിൽ സമരം ശക്തമായി തുടരാൻ തന്നെയാണ് ഈ സമരക്കാരുടെ തീരുമാനം. പ്രവീൺ, ഇതിപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല, ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ്. വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ അധികൃതരുടെ മനോഭാവം എന്താണ്? അവരെന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഈ സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണല്ലോ, അത് സ്ഥാപിക്കാം എന്ന് പറയുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവരുടെ ഈ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതിന്റെ കാരണവുമല്ലോ. അടുത്തിടെ കോന്നി MLA KU ജനീഷ് കുമാർ, ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു. ഈ വന്യമൃഗശല്യത്തിന്റെ പരാതിയെ തുടർന്നാണ് ഈ പ്രദേശമൊക്കെ ജനപ്രതിനിധികൾ സന്ദർശിക്കുന്നത്. അടുത്തിടെയാണ് അവിടെ അവർക്ക് ഈ സമരക്കാർക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെ വിതരണം ചെയ്തത്. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ വന്യമൃഗശല്യത്തിന് മാത്രം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ല. കാട്ടാനകളൊക്കെ കൂട്ടത്തോടെ ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിയാണ് അവരുടെ ഏക ഉപജീവന മാർഗം. അതിപ്പോൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അടുത്തിടെ അതിന് സമീപ പ്രദേശത്ത് തന്നെ കടുവയെ കണ്ട് തോട്ടം തൊഴിലാളി അവർ ഓടുകയും അവർക്ക് വീണ് ഒരു സ്ത്രീക്കാണ് തോളിന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ കടുവ, കാട്ടാന, ഒപ്പം തന്നെ കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം ആ ഭാഗത്ത് രൂക്ഷമാണ്. പ്രത്യേകിച്ചും ഈ തോട്ടം തൊഴിലാളികൾക്ക് വളരെയധികം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. അവർക്ക് പുലർക്കാലത്തൊക്കെ അവർക്ക് ടാപ്പിങ്ങിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും ചെങ്ങറ സമരഭൂമി നിവാസികൾ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. നൽകിയത്.